തെറ്റുപറ്റിപ്പോയി, നാറ്റിക്കരുത്. ഞാൻ റൂമിലേക്ക് വന്നതാണ് പ്രശ്നമായത്. കാലു പിടിക്കാം. രാത്രി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. വയനാട് സുഗന്ധഗിരി ഫോറസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സെക്ഷൻ ഓഫീസർ രതീഷ് കുമാറിൻ്റെ ശബ്ദരേഖയാണിത്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിന് ശേഷം ആരുടെ ഉറക്കമാണ് നഷ്ടപ്പെട്ടത്? മേലുദ്യോഗസ്ഥനുണ്ടായ ദുരനുഭവത്തിൻ്റെ നടുക്കത്തിലാണ് യുവതി. അതിനിടെയാണ് പരാതിയിൽ നിന്ന് പിന്മാറാൻ രതീഷ് കുമാർ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നത്. സംഭവം വിവാദമായതിന് പിന്നാലെ രതീഷിനെ സ്ഥലം മാറ്റിയെങ്കിലും ഉന്നത തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് കേസൊതുക്കാൻ ഇയാൾ നീക്കം നടത്തുന്നതായും ആക്ഷേപമുണ്ട്. വനംവകുപ്പിലെ തന്നെ 2 ലൈംഗിക അതിക്രമ പരാതികളിൽ ആരോപണ വിധേയനാണ് രതീഷ് കുമാർ. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്ഷൻ ഓഫീസർ രതീഷ് കുമാർ പരാതിക്കാരിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. തനിക്ക് തെറ്റുപറ്റിയെന്നും നാറ്റിക്കരുതെന്നും രതീഷ് കുമാർ പറയുന്നത് ഈ ശബ്ദരേഖയിലുണ്ട്. കാലു പിടിക്കാമെന്നും കേസിന് പോകാതിരുന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാണെന്നും രതീഷ് പറയുന്നു. ഇതുവരെ പെരുമാറി ഇപ്പൊ എനിക്ക് നിന്നെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഞാനുണ്ടല്ലോ ഇത് ഒന്നും നീട്ടാമില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അല്ലാതെ പോയി കഴിഞ്ഞാൽ അതിന് ഈ ഒരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ അവിടെ പോയാൽ അതൊരു ഇത് തന്നെയല്ലേ. അതിൻ്റെ കാല് പിടിക്കാം. എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു. നമ്മൾ രണ്ടിൻ്റെ വെച്ച് തീർക്കും. രാവിലെ തൊട്ട് ഞാൻ അതല്ല പറഞ്ഞു. ഒന്നും ഉറങ്ങിയിട്ടില്ല. ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനും രതീഷ് വനിതാ ഓഫീസറോട് പറയുന്നുണ്ട്. എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നില്ല. വേറെ ഒരിടത്തേക്ക് മാറിയാലും അത് തനിക്ക് പ്രശ്നമാണെന്നും രതീഷ് കുമാർ പറയുന്നു. രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നും ഇയാൾ വനിതാ ഓഫീസറോട് പറയുന്നതായി ശബ്ദരേഖയിലുണ്ട്. അതേസമയം തനിക്കുണ്ടായ മാനസിക പ്രശ്നത്തെക്കുറിച്ചും ഇത്തരമൊരു കാര്യം സാറിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും വനിതാ BFO മറുപടി നൽകുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്രയും ഫ്രീ ആയിട്ടാണ് ഞാൻ സാറോട് ഇടപഴകിക്കൊണ്ടിരുന്നത്. ഞാനവിടെ ഒന്നും ഇരുന്നില്ല. അതിലാണ് എനിക്ക് പറ്റിപ്പോയത്. അവിടെ വന്ന് വരതായിരുന്നു. റീല് കാണാൻ നിൽക്കരുതായിരുന്നു. എനിക്ക് അങ്ങനെയല്ല. ഞാൻ അത്രയും ഫ്രീ ആയിട്ടാണ് ഞാൻ എല്ലാവരോടും. മാനസികമായിട്ട് എനിക്ക് അത്രയും വിഷമമുണ്ട്. എനിക്ക് സെപ്റ്റംബർ 1 കേസിനാസ്പദമായ സംഭവം. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ബീറ്റ് ഓഫീസറുടെ മുറിയിലേക്ക് രതീഷ് അതിക്രമിച്ച് കടന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ബഹളം വെച്ച് പുറത്തിറങ്ങിയതോടെയാണ് ഇവർ രക്ഷപ്പെട്ടത്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ രതീഷ് രാത്രിയോടെ തിരിച്ചെത്തി ഓഫീസിന്റെ വാതിലുകൾ കുറ്റിയിട്ട ശേഷം വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ മുറിയിലെത്തിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് FIR-ലും വ്യക്തമാക്കുന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ രതീഷിനെ കൽപ്പറ്റ റേഞ്ച് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം സംഭവത്തിൽ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പു നൽകിയെങ്കിലും ഉന്നത തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് രതീഷ് അത് ഒതുക്കിയെന്നും ആരോപണമുയരുന്നുണ്ട്. വനംവകുപ്പിലെ തന്നെ 2 ലൈംഗികാതിക്രമ പരാതികളിൽ ആരോപണ വിധേയനാണ് രതീഷ് കുമാർ. ന്യൂസ് 18 വയനാട്.